മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയ്ക്ക് മഹാലക്ഷ്മിയും കണ്ണനും തിരിച്ചു വരുന്നത് കാണുമ്പോൾ വളരെ ദേഷ്യമാവുന്നുണ്ട്. അവൾ വിചാരിച്ച പോലെയല്ലോ അവൻ്റെ വരവ്. അത് കാരണം ഉണ്ണിയോട് അവൾ തട്ടിക്കയറുന്നുണ്ട്. ഉണ്ണിയോട് പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് അവൻ്റെ ശവമാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്ന്, എന്നിട്ടിപ്പോൾ എന്തായി? അയാൾ വിരലുകൾ മുതൽ അനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അധികം താമസിയാതെ എഴുന്നേറ്റ് നടക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നെ പറ്റിച്ചല്ലേ ഇവിടെ കൊണ്ടുവന്നത്, നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഇങ്ങനെ ഉണ്ണിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അത് ഒരിക്കലും നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവർക്ക് വളരെ ഈശ്വര അനുഗ്രഹമുള്ള ആളുകളാണ്. അതുകൊണ്ടിട്ടാണ് അവരെന്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും തോറും നമ്മളാണ് വെറും മണ്ടന്മാരായി പോകുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പറയുന്നു, അതൊന്നുമല്ല, നിങ്ങൾക്കൊന്നും ഇതിനുള്ള കഴിവില്ല, അവരെ ഒതുക്കി നിർത്താനുള്ള കഴിവ് നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് കരുണ പരാതി പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ദുർഗയെ കാണിക്കുകയാണ്. അങ്ങനെ ദുർഗ വാമദേവനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അവൻ്റെ കാൽവിരലുകളെല്ലാം അനങ്ങി, അവൻ ആരെയോ വിട്ട് എന്തോ ചെയ്യിക്കാൻ പോകണമെന്നെല്ലാം പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാമദേവൻ പറയും, എന്ത് ചെയ്യാൻ പറ്റും, അതൊന്നും നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇനി അടുത്ത് എന്തെങ്കിലും ഒരു മാർഗം അന്വേഷിക്കണം എന്നൊക്കെ ദുർഗയോട് വാമദേവൻ പറയുന്നുണ്ട്. ആ മഹാലക്ഷ്മിക്ക് എന്തോ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടിട്ടാണ് എന്ത് ചെയ്യാൻ പോയാലും അവരെ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുന്നതും അവരുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നതും എന്ന് ദുർഗയോട് പറയുന്നു. അപ്പോൾ ദുർഗ പറയുന്നു, അവളുടെ കയ്യിലുള്ള അയ്യപ്പ വിഗ്രഹമായിരിക്കും ഇതിന് കാരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയ്യപ്പ വിഗ്രഹത്തിന് ഇനി എന്തെങ്കിലും ചെയ്ത് കളഞ്ഞാലല്ലാതെ ഇത് രക്ഷയില്ല എന്നൊക്കെ വാമദേവൻ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നു, അതൊരിക്കൽ കരണമോള് കൊണ്ട് കളഞ്ഞതാണ്, പക്ഷേ അത് പിറ്റേ ദിവസം വീണ്ടും അവിടെ തന്നെ വന്ന് ഇരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഇനി കരണമോളെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റില്ല, അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് ഇനി കരണമോളെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചേട്ടൻ തന്നെ എന്തെങ്കിലും ആരെങ്കിലും വിട്ടത് ചെയ്യിക്കണം എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട്. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചോളാം, നീ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് ദുർഗയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ മേഘനാഥനോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. അപ്പം മേഘനാഥൻ പറയുന്നുണ്ട്, എപ്പോഴും അമ്പലവും പ്രാർത്ഥനയുമായിട്ട് നടക്കുന്ന അവൾക്ക് ഈശ്വരൻ അവളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്താലും നടക്കുകയല്ലാത്തത്. അതുകൊണ്ട് അവൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോരുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്നു. കണ്ണൻ്റെ കാൽവിരലുകൾക്ക് ചലനം സംഭവിച്ച കാര്യം പ്രതാപനും മുത്തശ്ശിയുമെല്ലാം അറിയുന്നുണ്ട്. അങ്ങനെ അവർക്ക് വളരെ ദേഷ്യമാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, അത് ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടായതാണ്, ഒരിക്കലും എൻ്റെ മോളെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതല്ലേ, അവൾക്ക് നല്ലൊരു ഈശ്വരാനുഗ്രഹം ഉണ്ട്, അവളെ ആര് ഉപദ്രവിച്ചാലും അതെതിരായിട്ടാണ് മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതെന്ന് ഞാൻ എത്ര വട്ടം നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളാരും അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും അവരുടെ മേൽ പഴിചാരുകയോ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയല്ലേ. അതുകൊണ്ടിട്ടാണ് എല്ലാം അവർക്ക് നല്ലതായിട്ട് വരുന്നത്, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നതും. അതുകൊണ്ട് മാത്രമാണ് ഇനിയെങ്കിലും എൻ്റെ മോളെയും മരുമോനെയും നിങ്ങളെല്ലാം സ്നേഹിക്കാൻ നോക്ക്, അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. എൻ്റെ രണ്ടാമത്തെ മോളായ കരുണയ്ക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെങ്കിൽ അവളെ സ്നേഹിക്കണം, അവളെ ചേച്ചിയെ പൊന്നുപോലെ നോക്കണം, എന്നാൽ മാത്രമേ അവൾക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും വളരെ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, നീ മര്യാദയ്ക്കിരുന്നോണം, നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് മോഹിനിയുടെ മേൽ ചാടിക്കയറുന്നുണ്ട്. പിന്നീട് വാമദേവൻ വിട്ട ഒരു ഗുണ്ട വന്ന് ആ വിഗ്രഹം തട്ടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ ഇതറിഞ്ഞുകൊണ്ട് ദുർഗ വാതിലെല്ലാം ചാരി വയ്ക്കുന്നെല്ലാമുണ്ട്. അങ്ങനെ വിഗ്രഹം എടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു നിഴൽ പോലെ ആരോ നിൽക്കുന്നത് ഈ ഗുണ്ട കാണുന്നുണ്ട്. അങ്ങനെ ഗുണ്ടേനെ അയാൾ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇതെന്താണ് തൻ്റെ കയ്യിലെന്ന് ചോദിക്കുന്നു. അപ്പോൾ വിഗ്രഹം മാറ്റിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് വിഗ്രഹം മേടിക്കാനായിട്ട് മറ്റേയാൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ആരാണെന്ന് മാത്രം നമ്മളെ കാണിക്കുന്നില്ല. അത് മിക്കവാറും മാർക്കോ ആകാനാണ് ചാൻസ്. അതുകൊണ്ട് ഇനി പുതിയൊരു എപ്പിസോഡിലോട്ട് നമുക്ക് ആ ഒരു കാര്യം കാണാൻ സാധിക്കുകയുള്ളൂ. പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.